ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4, അതിൽ 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ കേട്ടത്. മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായും നിയന്ത്രിച്ചും തൻ്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമ അവകാശബോധം ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിൻ്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല എന്നും തനിയെ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്മുക്തനും നിർമത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും അവയിൽ ബദ്ധനല്ല എന്നും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു എന്നും ഭഗവാനിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നും അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ് എന്നും ഭഗവാൻ അർജുനനോട് പറഞ്ഞുകൊടുത്തു. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ യജ്ഞങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള കുറേ ശ്ലോകങ്ങൾ വരുന്നത്. വിവിധ തരത്തിലുള്ള യജ്ഞങ്ങൾ എങ്ങനെയാണ് യോഗികൾ ചെയ്യുന്നത് എന്നതാണ് അടുത്ത കുറേ ശ്ലോകങ്ങളിലൂടെ വരുന്നത്. 26-ാമത്തെ ശ്ലോകം: ശ്രോതാദീനി ഇന്ദ്രിയാണി അന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദി വിഷയാൻ അന്യാ ഇന്ദ്രിയ അഗ്നിഷു ജുഹ്വതി. ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങളെ ഹോമിക്കുന്നതാണ്. എങ്ങനെയാണ് ഇന്ദ്രിയ വിഷയങ്ങളെ ഹോമിക്കുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളെ പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അനുവദിക്കാതെ തന്നെ ഉള്ളിലുള്ള ആത്മാവിൽ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ തന്നെ അവസാനിപ്പിക്കുക എന്നതാണ് പറയുന്നത്. ശ്രോതാദീനി ഇന്ദ്രിയാണി അന്യേ. ചില ആളുകൾ, ചില യോഗികൾ ശ്രോതേന്ദ്രിയം മുതലായ ഇന്ദ്രിയങ്ങളെ, ശ്രോതേന്ദ്രിയം ചെവി, കണ്ണ്, മൂക്ക്, ഇതുപോലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമാഗ്നിഷു ജുഹ്വതി, സംയമ രൂപമായിരിക്കുന്ന അഗ്നിയിൽ, മറ്റുള്ളതൊന്നും ചെവിക്കൊള്ളാതെ, എന്തെല്ലാം കാര്യങ്ങളാണോ പുറത്തുള്ളത് അതൊന്നും തന്നെ ചെവിക്കൊള്ളാതെ ഭഗവാന്റെ നാമം മാത്രം, ഭഗവത് ചിന്തകൾ മാത്രം, അല്ലെങ്കിൽ ഭഗവാന്റേതായിട്ടുള്ള രൂപം മാത്രം കണ്ടുകൊണ്ട് മറ്റുള്ളതൊന്നും കാണുന്നു എന്നുള്ളതല്ലാതെ ഒന്നും ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അതിനെയെല്ലാം ഹോമിക്കുകയാണ്. അഗ്നിയിൽ, ആത്മാവാകുന്ന അഗ്നിയിൽ ഹോമിച്ച് കളയുകയാണ്. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ തന്നെ അതിനെ പുറത്തേക്ക് വിടാൻ അനുവദിക്കാതെ ഹോമിച്ച് കളയുകയാണ്. ശ്രോതാദീനി ഇന്ദ്രിയാണി അന്യേ സംയമാഗ്നിഷു ജുഹ്വതി. സംയമരൂപമായിരിക്കുന്ന അഗ്നിയിൽ ഹോമം ചെയ്ത് അല്ലെങ്കിൽ ലയിപ്പിച്ച്. ശബ്ദാദി വിഷയാനന്യേ. ശബ്ദം മുതലായ വിഷയങ്ങളെ, ശബ്ദാദി വിഷയാൻ അന്യേ, ശബ്ദം മുതലായ വിഷയങ്ങളെ, സംസാരം, ശബ്ദം, ഇതെല്ലാം തന്നെ അന്യ വിഷയങ്ങളുമായി ബന്ധപ്പെടാതെ എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിൽ തന്നെ ഒതുക്കി. ആ ഒതുക്കുക എന്ന് പറയുന്നതാണ് യജ്ഞം അല്ലെങ്കിൽ ഹോമിക്കൽ. ഇന്ദ്രിയ അഗ്നിഷു ജുഹ്വതി. ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമം ചെയ്യുകയാണ്. എല്ലാവിധത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളെയും, കേൾക്കുക, സംസാരിക്കുക, കാണുക തുടങ്ങിയ നിരവധി ഇന്ദ്രിയ വിഷയങ്ങളെ, എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളെയും ഇന്ദ്രിയങ്ങൾ തന്നെ ആകുന്ന അഗ്നിയിൽ ഹോമം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പുറപ്പെടാൻ അനുവദിക്കുന്നില്ല. അതുമല്ല എങ്കിൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പുറപ്പെട്ടാലും തിരിച്ചു കൊണ്ടുവന്ന് ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ തന്നെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് ചുരുക്കം. ആഗ്രഹങ്ങളെ ഹോമിക്കുകയാണ്. എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല എന്ന് പറയില്ല ചിലര്. എനിക്ക് യാതൊരു ആഗ്രഹങ്ങളുമില്ല, എല്ലാം ഞാൻ ഹോമിച്ച് കളഞ്ഞു. അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം ഹോമിച്ച് കളയുന്നതിനെയാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. സുഖത്തിനു വേണ്ടി വിഷയങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിയുകയാണ് എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ഇഷ്ട സ്വഭാവം. നമ്മൾ എവിടെയാണോ സുഖം കിട്ടുന്നത്, കണ്ണിന് സുഖം എവിടെയാണ്, കാതിന് എത്ര സുന്ദരമായ പാട്ടുകളാണ് അല്ലെങ്കിൽ എത്ര സുന്ദരമായ ഗാനങ്ങളാണ് കേൾക്കുന്നത്, അത് കേൾക്കാൻ, ഓരോന്നിനും എത്ര സുഗന്ധമാണ് നമുക്ക് കിട്ടുന്നത്. സ്പ്രേ അടിക്കാൻ എവിടെയൊക്കെ സ്പ്രേ അടിക്കാമോ അവിടെ എല്ലാം അടിക്കും അല്ലേ? അങ്ങനെ നിരവധി തരത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. കർമ്മേന്ദ്രിയങ്ങൾ കാല്, കയ്യ്, പാണി, ഉപസ്ഥം, വാക്ക്. ഇങ്ങനെയുള്ള 10 ഇന്ദ്രിയങ്ങളെയും
അതിൻ്റെ സുഖത്തിൻ്റെ ഇരിപ്പിടം. എവിടെയാണ് ഇതിൻ്റെ എല്ലാം സുഖം? ആത്മാവ്. എവിടെയാണോ അതിൻ്റെ സുഖത്തിൻ്റെ ഇരിപ്പിടം, അത് ആത്മാവ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച്, എവിടെ നിന്നാണ് ഇത് പുറപ്പെടുന്നത് അവിടേക്ക് തന്നെ ഇതിനെ കൊണ്ടുവന്ന് ആത്മഭാവനയിൽ ഏകാഗ്രമാക്കുന്നതാണ് സംയമം എന്ന് പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സുഖത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവില്ലെങ്കിൽ ഈ സുഖങ്ങളൊന്നുമില്ല. എല്ലാ സുഖങ്ങളുടെയും ബേസ് ആയിട്ടുള്ള ആത്മാവിലേക്ക് ഈ സുഖങ്ങളെ എല്ലാം കൊണ്ടുവന്ന് അവിടെ പിടിച്ച് ഇരുത്തുന്നതിനാണ് സംയമം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ പുറമെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മനസ്സ് ആത്മഭാവനയിൽ ഏകാഗ്രമാക്കാൻ സാധ്യമല്ല. ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കുന്നതാണ് സംയമാഗ്നിയിൽ അവയെ ഹോമിക്കൽ. പുറത്തിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ മനസ്സ് എവിടേക്കെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മനസ്സിനെ പിടിച്ചു കെട്ടണം. അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ പോകണം, സത്സംഗങ്ങളിൽ പങ്കെടുക്കണം എന്നെല്ലാം പറയുന്നത്. എത്രമാത്രം വിഷമങ്ങൾ നമുക്കുണ്ടായാലും ആളുകളുമായി, ഇഷ്ടപ്പെട്ട ആളുകളുമായി സമ്മേളിക്കുന്ന സമയത്ത്, കീർത്തനങ്ങളിലൂടെ ശ്രദ്ധ മാറുന്ന സമയത്ത്, ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് മനസ്സിന് വളരെയധികം വളരെ സന്തോഷം ഉണ്ടാവും. കാരണം ആത്മാവ് അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ക്ഷേത്രങ്ങളിൽ പോകണമെന്ന് പലരും ചോദിക്കാറുണ്ട്. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഏകാഗ്രത, മനസ്സ് അടക്കി നിർത്താനുള്ള കഴിവ്, ഇതൊന്നും പുറത്ത് നമുക്ക് കിട്ടില്ല. എവിടെയാണോ നമുക്ക് ഏകാഗ്രമായി ചിന്തിക്കാൻ, മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്, അവിടെ കുറേ നേരം ചെലവഴിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി തൻ്റെ എല്ലാവിധത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളെയും അതിൻ്റെ യഥാർത്ഥമായ ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് അടക്കി നിർത്തുന്നതാണ് സംയമം. അങ്ങനെ ഈ ആഗ്രഹങ്ങളെ, ഇന്ദ്രിയ ആഗ്രഹങ്ങളെ അന്തർമുഖമാക്കി സംയമ അഗ്നിയിൽ ഹോമിക്കുന്നതിനെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ അന്തർമുഖ കൈവരുന്നതിന് മുൻപുള്ള സാധനയാണ് വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിൽ തന്നെ ഹോമിക്കൽ. അതെങ്ങനെയാണ്? പുറത്തേക്ക് ആഗ്രഹങ്ങളൊന്നും വിടാതിരിക്കുക. കർമ്മേന്ദ്രിയങ്ങളാണെങ്കിലും ജ്ഞാനേന്ദ്രിയങ്ങളാണെങ്കിലും മനസ്സ് പുറത്തേക്ക് പോയാലാണ് ഇതിനെ പിടിച്ചു കൊണ്ടുവരുള്ളൂ, ഇന്ദ്രിയ വിഷയങ്ങളെ പിടിച്ചു കൊണ്ടുവരികയുള്ളൂ അല്ലേ? അങ്ങനെ പിടിച്ചു കൊണ്ടുവരാതെ അല്ലെങ്കിൽ പുറത്തേക്ക് വിടാതെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഇന്ദ്രിയങ്ങളിൽ തന്നെ അടക്കി നിർത്തുന്നതിനാണ് ഇന്ദ്രിയങ്ങളിൽ തന്നെ ഹോമിക്കുക എന്ന് പറയുന്നത്. ഹോമം എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക. ഇന്ദ്രിയ വിഷയങ്ങളെ ഇങ്ങനെ വരുമ്പോൾ അനുഭവിക്കുന്നു എന്ന് തോന്നുമെങ്കിലും അവ ഇന്ദ്രിയ തലത്തിൽ തന്നെ അവസാനിക്കുകയാണ്. അതായത് മനസ്സ് വ്യാകുലപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇടപെടുന്നില്ല. എന്തെങ്കിലും കാണിച്ചോ, എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ മനസ്സ് നിൽക്കുന്നു. ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും തന്നെ മനസ്സിനെ ബാധിക്കാതെ ഇന്ദ്രിയങ്ങളിൽ തന്നെ അവസാനിപ്പിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളുടെ ഹോമം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വിവിധ തരത്തിലുള്ള ഇന്ദ്രിയ സംയമനങ്ങളെക്കുറിച്ചാണ്, ഇന്ദ്രിയങ്ങളുടെ യജ്ഞങ്ങളെക്കുറിച്ചാണ് ഇനി വരുന്ന കുറച്ച് ശ്ലോകങ്ങളിൽ പറയുന്നത്. ചില ആളുകൾ ആത്മസംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയം തന്നെയാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അവിടെ തന്നെയും, അതുമല്ല പുറപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ ആത്മാവിനുള്ളിൽ തന്നെയും അടക്കി നിർത്തുന്നു എന്ന് ചുരുക്കം. 27ാമത്തെ ശ്ലോകം. സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ച അപരേ ആത്മസംയമായോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സർവാണി ഇന്ദ്രിയ കർമാണി, സർവാണി സകല ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം തന്നെ. സർവാണി ഇന്ദ്രിയ കർമാണി, സകല ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അവയുടെ വ്യാപാരങ്ങളെയും, പുറത്തേക്കുള്ള പോക്ക്, അലഞ്ഞുതിരിയൽ, കൊണ്ടുവരൽ, ഇങ്ങനെയുള്ള സകല വ്യാപാരങ്ങളെയും പ്രാണകർമാണി ച അപരെ, പ്രാണവായു പോലുള്ള വായുക്കളുടെ വ്യാപാരങ്ങളെയും. 10 തരം വായുക്കളുണ്ടല്ലേ? പ്രാണവായുണ്ട്, അപാനനുണ്ട്, വ്യാനനുണ്ട്, സമാനനുണ്ട്, ഉദാനനുണ്ട്, കൂർമ്മം, നാഗം, കൃകരം, ദേവദത്തൻ, ധനഞ്ജയൻ, ഇങ്ങനെ 10 തരം വായുക്കളെയും ആത്മസംയമായോഗാഗ്നൗ, ആത്മാവിൽ ധ്യാന ഏകാഗ്രതമായിട്ടുള്ള യോഗ അഗ്നിയിൽ ജുഹ്വതി ജ്ഞാനദീപിതേ, ഹോമിക്കുന്നു. എങ്ങനെ? ജ്ഞാനദീപിതേ, ജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന അഗ്നിയിൽ. എന്താണ് ജ്ഞാനം? ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്
ഒരു മനുഷ്യനായി ജനിച്ചവൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള ബോധം, താൻ ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ആത്മാവ് ആണ് എന്നുള്ള ബോധമാണ് ജ്ഞാനം. ഈ ജ്ഞാന അഗ്നിയിൽ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം മായയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് സകലവിധ കർമ്മേന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ തൻ്റെ ഉള്ളിലുള്ള വായുക്കളെയും എല്ലാം ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്ന ചിലരുണ്ട്. ചിത്തചലനം, മനസ്സിൻ്റെ ചലനവും പ്രാണചലനവും വായുവിൻ്റെ ചലനവും പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് നിർവികൽപ്പ സമാധി നേടാനുള്ള സാധനയാണ് ആത്മസംയമ യോഗാഭ്യാസം. അതിനെക്കുറിച്ചാണ് ഈ ശ്ലോകം. 2 ഘട്ടങ്ങളിലായി ഇന്ദ്രിയ സംയമം നേടിയ യോഗി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ദ്രിയ വിഷയങ്ങളിൽ അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ തിരികെ കൊണ്ടുവന്ന് മനസ്സിൽ ഹോമം നടത്തിയ ശേഷമുള്ള യോഗി പ്രാണചലനവും ചിത്തചലനവും നിരോധിച്ച് മനസ്സിനെ എവിടേക്കും വിടില്ല, അതുപോലെ തന്നെ വായുവിനെയും എവിടേക്കും വിടില്ല, നിരോധിച്ച് നിർവികൽപ്പ ദശയിൽ എത്താൻ യത്നിക്കും. ചിത്തവും പ്രാണനും പരസ്പര ബന്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടും സ്വയം പ്രകാശിക്കുന്ന ആത്മാവിൽ ഒതുങ്ങി അടങ്ങുന്നതാണ് ആത്മസംയമനം. ദശപ്രാണനുകളുണ്ടല്ലേ. അകത്തേക്ക് ശ്വാസം വലിക്കുന്ന കർമ്മം പ്രാണവായു എന്ന് നമ്മൾ പറയും. പുറത്തേക്ക് വിടുന്നതിന് അപാനവായു എന്ന് പറയും. ദേഹത്തിലുള്ള സകല ചേഷ്ടകളും വ്യായാമകുഞ്ചന പ്രസരണാദികൾ എന്നാ പറയുക. പലതരത്തിലുള്ള ചലനങ്ങൾ നടക്കുന്ന വ്യാനൻ, വിവിധ വർണ്ണഭേദങ്ങളെ ഗ്രഹിപ്പിക്കുന്ന സമാനൻ, ദേഹസ്ഥനായിരിക്കുന്ന വായു, മേൽപോട്ടുള്ള ഗതിയെ ഉണ്ടാക്കുന്ന കർമ്മമുള്ള ഉദാനൻ, ഇങ്ങനെയുള്ള വായുക്കളെല്ലാവരും, അതുപോലെ കൂർമ്മം, കണ്ണ് മിഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്ന കൂർമ്മം, നാഗം, നമുക്ക് തികട്ടൽ വരുന്നത്, ഇത് നാഗത്തിൻ്റെ പണിയാണ്. കൃകരം, വിശപ്പുണ്ടാക്കുന്നത്, ദേവദത്തൻ, കൂട്ടുവായിടുന്നത്, ധനഞ്ജയൻ, മരിച്ചാലും ദേഹത്തെ വിട്ടുപോകാത്ത, ഇങ്ങനെ നിരവധി വായുക്കളുണ്ട്. ഇതിൽ 10 വായുക്കളെയും അടക്കി നിർത്തി. അത് എങ്ങനെയാണ് അടക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് ആത്മസാക്ഷാത്കാരം നേടാനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കലിയുഗത്തിൽ ഏറ്റവും ഉത്തമമായ ആത്മസാക്ഷാത്കാരം നേടാനുള്ള മാർഗം എന്ന് പറയുന്നത് സകലവിധത്തിലുള്ള ഇന്ദ്രിയ ആഗ്രഹങ്ങളെയും തന്നിൽ തന്നെ ഒതുക്കി നിർത്തിക്കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും മുഴങ്ങുക മാത്രമാണ് സ്ഥിരമായി ചെയ്യേണ്ടത്. തൻ്റെ സകലവിധ ഇന്ദ്രിയ കാംക്ഷകളെയും നിയന്ത്രിച്ചുകൊണ്ട് താൻ ഭഗവാന്റെ നിത്യദാസനാണെന്നുള്ള ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം മാത്രം മതി കലിയുഗത്തിൽ ഈ ജന്മത്തിൽ നമുക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി. അത് ചെയ്യാത്ത തരത്തിലുള്ള വിവിധ തരത്തിലുള്ള യോഗ അഭ്യാസ മുറകൾ ചെയ്യുന്നവരെ കുറിച്ചാണ് ഈ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. 28ാമത്തെ ശ്ലോകം. ദ്രവ്യയജ്ഞ തപോയജ്ഞ യോഗയജ്ഞ തഥാ പരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയാ സംശിതാ വ്രതാ. ദ്രവ്യയജ്ഞ തപോയജ്ഞ, ദ്രവ്യങ്ങൾ ത്യജിച്ചുകൊണ്ട് നമുക്ക് ഉള്ള എല്ലാ സമ്പത്തും ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളത് എല്ലാം ദാനം ചെയ്ത്, തപോയജ്ഞ, തപസ്സിൽ ഏർപ്പെട്ട്, സ്വന്തമായി എല്ലാം ത്യജിച്ച് തപസ്സിൽ ഏർപ്പെട്ട്, യോഗയജ്ഞ, ചിത്തവൃത്തി നിരോധിച്ചുകൊണ്ട് യോഗയിൽ ഇരുന്നു കൊണ്ട്, തഥാ അപരെ, അങ്ങനെ സമാധിയെ ലക്ഷ്യമാക്കി, സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച, ചിലർ അധ്യയനം ചെയ്യും, വേദങ്ങളെ പഠിച്ചുകൊണ്ട് ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിലൂടെ, യതയ സംശിത വ്രത, ഇപ്രകാരം പ്രവർത്തിക്കുന്നവർ ദൃഢനിശ്ചയം ഉള്ളവർ ആകുന്നു. ദൃഢനിശ്ചയം എന്തിനെക്കുറിച്ചാണ്? ഭഗവത് ധാമത്തിൽ എത്തിച്ചേരണം എന്നുള്ള കൃത്യമായ ലക്ഷ്യം ഉള്ളവരാണ് ഇങ്ങനെ എല്ലാം പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരുടെ പ്രവർത്തന രീതികൾ വേറെ വേറെയാണ് എന്ന് ചുരുക്കം. ദാനം മനസ്സിൻ്റെ ആർത്തിയെ അതിജീവിച്ചുകൊണ്ട് സ്വന്തം ആത്മാവിൻ്റെ ശ്രുതി പരമാത്മാവുമായി ഇണക്കിച്ചേർത്ത് യോഗസാധന ശാരീരിക സുസ്ഥിയിലൂടെ മനസ്സിൻ്റെ അറിവ് നേടാനുള്ള യജ്ഞം, മനസ്സിൻ്റെ ഭദ്രത കളഞ്ഞുകുളിക്കാതെ തന്നെ അറിവ് നേടാനുള്ള യജ്ഞങ്ങൾ, ബുദ്ധിക്ക് ഏകാഗ്രതയും തെളിമയും കൈവരികയാണ് ഇപ്രകാരം ചെയ്യുന്ന സമയത്ത്. ചിലർ ദ്രവ്യം ദാനം ചെയ്ത് യജ്ഞം അനുഷ്ഠിക്കുന്നു, മറ്റു ചിലർ തപസ് ചെയ്തുകൊണ്ട് യജ്ഞം അനുഷ്ഠിക്കുന്നു, മറ്റു ചിലർ മനസ്സിൻ്റെ നിയന്ത്രണത്തെ യോഗമായി സ്വീകരിച്ച് യജ്ഞം ചെയ്യുന്നു, മറ്റു ചിലർ വേദശാസ്ത്രങ്ങളെ പഠിച്ചുകൊണ്ട്
അവയുടെ അർത്ഥവിചാരങ്ങൾ നടത്തി യജ്ഞം ചെയ്യുന്നു. ഇങ്ങനെ മോക്ഷത്തിനു വേണ്ടി വിവിധ രീതികൾ എല്ലാം ഉപയോഗിക്കാം എന്ന് പറയുകയാണ് ഭഗവാൻ. എല്ലാത്തിൻ്റെയും പരമമായ ലക്ഷ്യം ഒന്ന് മാത്രം. മനുഷ്യജന്മത്തിൽ ജനിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ഭഗവാന്റെ ധാമത്തിൽ മരണസമയത്ത് ഭഗവാന്റെ നാമം ഉച്ചരിക്കുവാനുള്ള പ്രവൃത്തിയാണ് ഈ കാണുന്ന എല്ലാവിധത്തിലുള്ള യജ്ഞങ്ങളും. പലതരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. വിവിധ ദാനകർമ്മങ്ങൾക്കായി കൈവശമുള്ളതെല്ലാം വിനിയോഗിക്കുന്ന പല ആളുകളുമുണ്ട്. വളരെ ധനികരായിട്ടുള്ള വ്യവസായികളും രാജാക്കന്മാരും ധർമ്മശാല, അന്നക്ഷേത്രം, അതിഥിശാല, അനാഥാലയം, വിദ്യാപീഠം, ഇങ്ങനെ നിരവധി ധർമ്മസ്ഥാപനങ്ങൾ നടത്തിപ്പോരുന്നുണ്ട്. ആശുപത്രികളും വൃദ്ധമന്ദിരങ്ങളും ദരിദ്രർക്ക് സൗജന്യമായ ചികിത്സ, വിദ്യാഭ്യാസം, ആഹാരം തുടങ്ങി നടത്തുന്ന പലരുമുണ്ട്. ഇതിനെയെല്ലാം ദ്രവ്യയജ്ഞം എന്നാണ് പറയുന്നത്. എന്താണ് തപോയജ്ഞം? പലതരത്തിൽ. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചതുർമാസ വ്രതം എടുക്കുന്ന സമയത്ത് പൂർണ്ണമായും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകാഗ്രമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ശബരിമല വ്രതം, 41 ദിവസത്തെ ശബരിമല വ്രതം, ഇതെല്ലാം ഒരു തരം തപസ്സാണ്. ഏകാദശി വ്രതം മനുഷ്യന്റെ ആഗ്രഹങ്ങളെ അടക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു തരം വ്രതങ്ങൾ എല്ലാം തപസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ഷൗരം ചെയ്യാതെ പ്രത്യേക തരത്തിലുള്ള ആഹാരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ദിവസത്തിൽ ഒന്നിലേറെ തവണ കുളിക്കുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ചെയ്തുകൊണ്ട് ജീവിത സുഖങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് തപോമയ യജ്ഞം. ഇങ്ങനെയും ആളുകൾ ഭഗവാനിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വേറെ ചിലർ പതഞ്ജലി യോഗ പദ്ധതി പോലുള്ള യോഗാധിഷ്ഠിത പദ്ധതികളുടെ മനസ്സിനെ കേന്ദ്രീകൃതമാക്കുന്നതിന് ശ്രമിക്കുന്നു. വേറെ ചിലർ വൈദിക സാഹിത്യം, പ്രത്യേകിച്ചും ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, സാഖ്യദർശനം എന്നിവ വായിച്ചു പഠിക്കുന്നവരായിട്ടുണ്ട്. സാധ്യായ യജ്ഞങ്ങളാണ് ഇതെല്ലാം. പഠനയജ്ഞത്തിൽ മുഴുകലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം സാധ്യമായിട്ടുള്ള സംഗതികളാണ്. മനസ്സിനെ ഏകാഗ്രതയിൽ നിർത്തുന്നതിന്, മനസ്സിനെ വ്യാപരിപ്പിക്കൽ, പുറത്തേക്കുള്ള അലഞ്ഞു തിരിയൽ ഒഴിവാക്കി ഭഗവാനിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ യജ്ഞങ്ങൾ എല്ലാം തന്നെ. എല്ലാത്തരം യജ്ഞങ്ങളുടെയും ഉദ്ദേശം ഒന്ന് തന്നെ: മനസ്സിന് വിവിധ തരത്തിലുള്ള വ്യാപാരങ്ങളിൽ നിന്നും അടക്കി നിർത്തിക്കൊണ്ട് ഭഗവത് സേവനത്തിൽ മുഴുകുക, അവസാനം ഭഗവാന്റെ നാമം തൻ്റെ നാവിൽ നിന്നും ഉയരണം. ഈ ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവിധ യജ്ഞങ്ങളും സമർപ്പിക്കുന്നത്. ഇനി വേറെ ഒരു തരം യജ്ഞത്തെക്കുറിച്ചാണ്, വളരെ കഷ്ടപ്പാടുള്ള ഒരു യജ്ഞത്തെക്കുറിച്ചാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിലൂടെ പറയുന്നത്. നമുക്ക് തന്നെ കേട്ടാൽ ആശ്ചര്യം തോന്നും, എന്നാൽ നിരവധി ആളുകൾ ഇതും ചെയ്യുന്നുണ്ട്. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാ അപരേ പ്രാണ അപാനാഗതിരുദ്ധ പ്രാണയാമാപരായണ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. അപാനേ ജുഹ്വതി പ്രാണം. ചിലർ അപാനവൃത്തിയിൽ പ്രാണനെ ഹോമിക്കുന്നു. എന്താണ് അപാനൻ, എന്താണ് പ്രാണൻ? പ്രാണൻ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ശ്വാസം, അപാനൻ നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം. ഓക്സിജൻ കടക്കുന്ന ഉള്ളിലേക്ക്, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ഇവ രണ്ടിനെയും അപാനവൃത്തിയിൽ പ്രാണനെ ഹോമിക്കുന്നു. പുറത്തേക്ക് പോകുന്നതിനെ പുറത്തേക്ക് കടത്തിവിടാതെ ആ പ്രാണൻ അതിൽ തന്നെ ഹോമിക്കുന്നു. അതായത് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നില്ല, ഉള്ള ശ്വാസം കൊണ്ട് തന്നെ ജീവിക്കുന്നു. ഉള്ളിലേക്ക് എടുത്തിരിക്കുന്ന ശ്വാസത്തെ, പ്രാണൻ ഉള്ളിലേക്ക് പോയി ആ പ്രാണൻ ഓക്സിജൻ തിരിച്ചെടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അപാനനാകും. എന്നാൽ തിരികെ ശ്വാസം എടുക്കാതെ അപാനനിൽ തന്നെ ഹോമിക്കുകയാണ്. അതാണ് അപാനേ ജുഹ്വതി പ്രാണം. അടുത്തത് പ്രാണേ അപാനം തഥാപരെ. വേറൊരു ചിലർ പ്രാണനിൽ അപായവായുവിനെ ഹോമിക്കുന്നു. പുറത്തേക്ക് ശ്വാസം വിടില്ല, ഉള്ളിലേക്ക് മാത്രം എടുക്കും. പുറത്തേക്ക് വരുന്ന ശ്വാസത്തെ ഈ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ തന്നെ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ ഹോമിക്കും. പ്രാണ അപാനാഗതിരുദ്ധ. ചിലർ പ്രാണനെയും അപാനനെയും ഉള്ളിൽ നിർത്തും, അകത്തേക്കുള്ള ഗതി ഒഴിവാക്കും. പ്രാണ അപാന ഗതിരുദ്ധ. അകത്തേക്കുമില്ല പുറത്തേക്കുമില്ല, വായുവിനെ ഉള്ളിൽ തന്നെ നിലനിർത്തും. പ്രാണയാമാപരായണ. അകത്തേക്കുള്ള ഗതിയെയും പുറത്തേക്കുള്ള ഗതിയെയും അടക്കി നിർത്തുന്നവരാണ് വേറെ ചിലർ. അപരേ നിയതാഹാര. വേറെ ചിലർ നിയന്ത്രിതമായ ആഹാരത്തോടു കൂടി. അപരേ നിയത ആഹാര. പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. പ്രാണവായുവിനെ അടക്കുന്നുവോ അത് മറ്റുള്ളതിൽ ഹോമിക്കുന്നു. ആഹാരം കുറച്ചുകൊണ്ട്, സമീകരിച്ചുകൊണ്ട് പ്രാണവായുവിനെ മറ്റുള്ള 4 വായുക്കളിലും
ഒതുക്കി നിർത്തുന്നു. ഇത് വേറൊരു കൂട്ടർ. ഗതിഭേദമനുസരിച്ച്, ഗതിഭേദം എന്ന് പറഞ്ഞാൽ ഏത് വഴിയാണോ, പുറത്തേക്കാണോ അകത്തേക്കാണോ, ഇതാണ് ഗതിഭേദം. ഗതിഭേദമനുസരിച്ച് ഉള്ളിലേക്ക് കടക്കുന്ന വായുവിനെ പ്രാണനെന്നും പുറത്തേക്കുള്ള ഉച്ഛ്വാസവായുവിനെ അപാനൻ എന്നുമാണ് വിളിക്കുന്നത്. ചിലർ പ്രാണനെ അപാനനിൽ ഹോമിക്കുന്നു, ചിലർ അപാനനെ പ്രാണനിൽ ഹോമിക്കുന്നു, ചിലർ പ്രാണനെയും അപാനനെയും സ്തംഭിപ്പിച്ച് നിർത്തും. കുടത്തിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം പോലെ പ്രാണൻ ഉള്ളിൽ നിശ്ചലമായി ഇങ്ങനെ നിൽക്കും. ഇപ്രകാരമുള്ള യജ്ഞം ചെയ്യുന്നവരെ പ്രാണായാമികൾ എന്നാണ് പറയണത്. അഷ്ടാംഗയോഗത്തിലും ഹഠയോഗത്തിലും പറയുന്നതും ഗീതയുടെ സാധനാക്രമം പക്ഷേ വ്യത്യാസമുണ്ട്. കാരണം ഗീതയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ശ്വാസത്തെ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതായത് പൂരകം. പൂരകം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ടുള്ള ഭഗവാന്റെ സച്ചിദാനന്ദ രൂപത്തെയാണ് ഉള്ളിലേക്ക് എടുക്കേണ്ടത്. അതാണ് വിഷയം. ഭഗവാന്റെ അംശമാണ് ആത്മാവ് എന്ന് നിറയ്ക്കലാണ്, ഉള്ളിൽ നിറയ്ക്കലാണ് പൂരകം, അല്ലെങ്കിൽ ശ്വാസത്തെ ഉള്ളിലേക്ക് വലിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗീതയിൽ അർത്ഥമാക്കേണ്ടത് ഭഗവാന്റെ സച്ചിദാനന്ദ രൂപത്തെ പൂർണ്ണമായും തൻ്റെ ഭഗവാന്റെ അംശമാണ് താൻ എന്നുള്ള അറിവ് ഉള്ളിലേക്ക് എടുക്കലാണ്, ആത്മാവാണ് എന്നുള്ള അറിവ് ഉള്ളിലേക്ക് എടുക്കൽ. ഉള്ളിൽ നിർത്തുന്നത് കംഭകം. നമ്മൾ വയറ് കമ്പിച്ചു എന്ന് പറയാറുണ്ട് അല്ലേ? വയറ് ശ്വാസം ഇങ്ങനെ കിട്ടാതാവുമ്പോൾ, വായു നിറഞ്ഞു കഴിയുമ്പോൾ വയറ് കമ്പിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഉള്ളിലേക്കും പുറത്തേക്കും ശ്വാസം വിടാതെ വായു, ഉള്ളിലിരിക്കുന്ന വായുവിനെ കമ്പിച്ച് നിർത്തുന്നതാണ് കംഭകം. അതായത് ബോധത്തെ, നമ്മൾ ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ് എന്നുള്ള ബോധത്തെ കമ്പിപ്പിച്ച് നിർത്തുക. അതിനുശേഷം നിശേഷം പുറത്തു വിടുന്നത്, സകലതും പുറത്തേക്ക് വിടുക. എല്ലാ തരത്തിലുള്ള ഭ്രമങ്ങളെയും എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും, ഒരു കുടത്തിൽ നിറയെ വെള്ളം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കല്ലിട്ടിട്ടിട്ടിട്ട് എല്ലാ തരത്തിലുള്ള വെള്ളങ്ങളും പുറത്തേക്ക് കളയുക, എല്ലാ തരത്തിലുള്ള ഭ്രമങ്ങളെയും പുറത്തേക്ക് കളയുന്നതാണ് രേചകം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നാമജപത്തിലൂടെ. മനസ്സിലേക്ക് നാമജപം ചെയ്ത് മനസ്സിലുള്ള സകല വിധത്തിലുള്ള വിഷമങ്ങളും തൻ്റെ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും ഭ്രമങ്ങളും പുറത്തേക്ക് വിടും. എത്രയോ തരത്തിലുള്ള യോഗികളാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഭഗവാനിൽ എത്തിപ്പെടാനാണ്. ഏറ്റവും എളുപ്പമായ മാർഗമായിട്ടുള്ള നാമജപം ഉണ്ട് എന്നിരിക്കലാണ് വിവിധ തരം ആളുകൾ വിവിധ തരത്തിലുള്ള യജ്ഞങ്ങളിലൂടെ തൻ്റെ ആത്മാവിനെ പരമാത്മാവുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇതിനെക്കുറിച്ചാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. 30ാമത്തെ ശ്ലോകം. സർവേ അപ്യതേ യജ്ഞാവിദോ യജ്ഞാക്ഷപിത കൽമഷ യജ്ഞശിഷ്ട അമൃതാഭുജോ യാന്തി ബ്രഹ്മ സനാതനം. സർവേ അപ്യതേ യജ്ഞാവിദോ, ഇവർ എല്ലാവരും തന്നെ യജ്ഞത്തെ അറിഞ്ഞവരാണ്. ഇവരെല്ലാവരും യജ്ഞത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്രകാരമുള്ള ക്രിയകളൊന്നും ചെയ്യില്ല അല്ലേ? ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ നിത്യദാസനാണ് താനെന്നുള്ള ബോധത്തോടു കൂടിയും എങ്ങനെയാണ് ഭഗവാനിലേക്ക് എത്തിപ്പെടുക എന്നുള്ള അറിവോട് കൂടിയവരാണ് ഇവരെല്ലാവരും തന്നെ. സർവേ, ഇവരെല്ലാവരും തന്നെ. യജ്ഞക്ഷപിത കൽമഷ, യജ്ഞങ്ങളെ കൊണ്ട് പാപത്തെ നശിപ്പിച്ചിട്ടുള്ളവരാണ്, പ്രാക്ടീസ് ഉള്ളവരാണ്, അനുഭവമുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് ഈ പറഞ്ഞവരെല്ലാവരും തന്നെ. ഇവർ യജ്ഞാശിഷ്ടാമൃതാഭുജോ, യജ്ഞം ചെയ്ത ഫലത്തെ ഭുജിക്കുന്നവരാണ്. തൻ്റെ മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് ആത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരാണ് ഇവരെല്ലാവരും. അതാണ് യജ്ഞശിഷ്ടാമൃതാഭുജോ. യജ്ഞശിഷ്ടം, യജ്ഞം ചെയ്തതുകൊണ്ട് നാമ സങ്കീർത്തനത്തിലൂടെ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മനസ്സിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരാണ് ഇവരെല്ലാവരും. യാന്തി ബ്രഹ്മാ സനാതനം, ജ്ഞാനത്താൽ നിത്യമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിനു വേണ്ടിയാണത്. യജ്ഞം തന്നെ ഇനിയും ഒരുപാടുണ്ട്. ബ്രഹ്മയജ്ഞമുണ്ട്, ദേവയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം, നാമസങ്കീർത്തനം യജ്ഞമാണ്, അതിഥി പൂജകൾ യജ്ഞമാണ്. ഇങ്ങനെ നിരവധി യജ്ഞത്തിലൂടെ തൻ്റെ മനസ്സിൻ്റെ വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങളെ അടക്കി നിർത്തി ഭഗവത് സ്മരണയിലൂടെ, സേവനത്തിലൂടെ, നാമജപത്തിലൂടെ ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും ഉപയോഗിക്കാം. ഇവയെല്ലാം തന്നെ യജ്ഞമാണ്. ഈ യജ്ഞത്തിൻ്റെ ശിഷ്ടമാണ്, യജ്ഞത്തിൻ്റെ ഫലമാണ് ആത്മസംതൃപ്തി അല്ലെങ്കിൽ ആത്മാവിലുള്ള സന്തോഷം. നമ്മൾ പുറത്തു കാണുന്ന ശാരീരിക സന്തോഷമല്ല യഥാർത്ഥമായിട്ടുള്ള സന്തോഷം, ആത്മാവിൻ്റെ സന്തോഷമാണ് സ്ഥായിയായുള്ള സന്തോഷമെന്ന് ഭഗവാൻ അർജുനനെ പറഞ്ഞു കൊടുക്കുന്നു.
നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള പല വിധത്തിലുള്ള യജ്ഞങ്ങളും ധനം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ തത്വചിന്തനം കൊണ്ടോ യോഗ പരിശീലനത്താലോ നിർവഹിച്ചിട്ടുള്ള എല്ലാവിധത്തിലുള്ള യജ്ഞങ്ങളും എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഇന്ദ്രിയ നിയന്ത്രണമാണ് എന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇന്ദ്രിയ സുഖഭോഗാസക്തിയാണ് ഭൗതിക അസ്തിത്വത്തിൻ്റെ മൂലമായിട്ടുള്ള കാരണമെന്നും നമുക്കറിയാം. അതുകൊണ്ട് ഇന്ദ്രിയ സമർപ്പണത്തിൽ നിന്ന് ഭിന്നമായ ഒരു നിലയിൽ നമ്മൾ എത്തിച്ചേരാത്തിടത്തോളം കാലം സച്ചിദാനന്ദമയമായിട്ടുള്ള സനാതന നിലയിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് ഉയർത്തപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ശാശ്വതമായ ആ അന്തരീക്ഷത്തിൽ അഥവാ ബ്രഹ്മ അന്തരീക്ഷത്തിൽ തൻ്റെ സ്ഥായിയായിട്ടുള്ള ഭാവത്തിൽ അതാണ് ആസ്ഥാനമെന്ന് അറിഞ്ഞ് മുൻ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങൾ ഭൗതിക ജീവിതത്തിലെ പാപ പ്രതികരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഉപയോഗിച്ച് ജീവിതത്തിൽ പുരോഗമിക്കുന്ന ഒരാൾ സന്തുഷ്ടനും ഐശ്വര്യവാനും ആകുമെന്നു കൂടാതെ തന്നെ അവ്യക്തഗത ബ്രഹ്മത്തിൽ ലയിച്ചോ ഭഗവാന്റെ സഹവാസം നേടിയോ ശാശ്വതമായ ദൈവസാമ്രാജ്യത്തിൽ എത്തിച്ചേരും, പ്രവേശിക്കും എന്നുള്ള സൂചനയാണ് ഭഗവാൻ തരുന്നത്. പൂർണ്ണമായും തൻ്റെ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളെയും അടക്കി നിർത്തി കർമ്മഫലം ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ കർമ്മം ചെയ്യൂ എന്നുള്ളതാണ് ഇതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള രൂപം. ഇതാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.